സംസ്ഥാനത്ത് 2025 ഏറ്റവും പുതിയ അറിയിപ്പാണ്. സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകളുടെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പ്രത്യേക അറിയിപ്പാണ്. നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പുതിയ നിയമം വരുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തെ റേഷൻ കടകൾ ഒഴിവാക്കാനുള്ള ഒരു തീരുമാനവും വരുന്നു. എല്ലാവരും എല്ലാ റേഷൻ കാർഡ് ഉടമകളും പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിർബന്ധമായി കാണുക. സംസ്ഥാനത്തെ റേഷൻ കടകളുടെ അതല്ലെങ്കിൽ റേഷൻ കാർഡ് ഉടമകളുടെ നിയമവ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരുന്നു. റേഷൻ കടകളുടെ എണ്ണം കുറയ്ക്കുന്നു. പുതിയ റേഷൻ കടകൾ അനുവദിക്കുന്നില്ല. അതുപോലെ തന്നെ നീല വെള്ള റേഷൻ കാർഡ് ഉടമകളുടെ അരി വിഹിതത്തിലും അതുപോലെ തന്നെ അരി വിലയിലും ഒക്കെ മാറ്റം വരുന്നു എന്ന പുതിയ നിയമമാണ് കൊണ്ടുവരുന്നത്. 2025 മാർച്ച് 2ാം ആഴ്ചയിലെ സെക്കൻഡ് വീക്കിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ്. അപ്പോൾ ഇതിനു മുമ്പായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. കേരളത്തിൽ ഇപ്പോൾ 13,872 റേഷൻ കടകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അത് 10,000 ആക്കി കുറയ്ക്കണമെന്ന് സർക്കാരിനോട് ഒരു നിർദ്ദേശം, അത് ഇതിനെപ്പറ്റി പഠിക്കാനുള്ള ഒരു കമ്മീഷന്റെ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിനെപ്പറ്റി കൃത്യമായ ഒരു റിപ്പോർട്ട് റേഷൻ കടകളുടെ ആയി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു, ഒരു കമ്മീഷനെ വെച്ചിരുന്നു. അവരാണ് ഈ റിപ്പോർട്ട്, ഈ ഭേദഗതിയുമായി വന്നിരിക്കുന്നത്. നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് അരിയുടെ വിലയിൽ മാറ്റമുണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. റേഷൻ കാർഡ് 800 മിനിമം 800 കാർഡ് എന്ന നമ്പറിൽ ഒതുക്കാനും, അതായത് ഒരു റേഷൻ കടയിൽ 800 കാർഡ് എന്ന നമ്പറിൽ ഒതുക്കി നിശ്ചയിക്കാനും തീരുമാനമുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ നിർദ്ദേശമുണ്ടായിരിക്കുന്നു. അതുപോലെ തന്നെ 2018 മുതലുള്ള അല്ലെങ്കിൽ 18 ഏറ്റവും ലാസ്റ്റ് പരിഷ്കരിച്ചാണ് റേഷൻ വ്യാപാരികളുടെ വേതന വ്യവസ്ഥ. അപ്പോൾ അതൊക്കെ മാറ്റി നിശ്ചയിക്കണമെന്ന ഒരു നിർദ്ദേശവും ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിലുണ്ട്. അപ്പോൾ റേഷൻ കാർഡ് ഉടമകൾക്കുള്ള ഒരു ഇതാണ് ഇനി വരാൻ പോകുന്നത്. അല്ലെങ്കിൽ റേഷൻ കാർഡ് ഉടമകൾക്ക് നീല വെള്ള മുൻഗണനേതര വിഭാഗങ്ങൾക്കുള്ള ഒരു മാറ്റം. മുൻഗണനേതര വിഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മുൻഗണനാ കാർഡുകൾ പിങ്ക് മഞ്ഞ കാർഡുകളാണ്. പിങ്ക് മഞ്ഞ കാർഡുകൾക്ക് ഇപ്പോൾ മാറ്റം വരുന്നില്ല. അതേസമയം മുൻഗണനേതര വിഭാഗം എന്ന് പറയുന്നത് നീല വെള്ള കാർഡുകളാണ്. നീല വെള്ള കാർഡുകൾക്കാണ് മാറ്റം വരുന്നത്. നീല വെള്ള കാർഡുകൾക്ക് നീല കാർഡിന് 4 രൂപയ്ക്ക് അരി എന്നത് 6 രൂപ ആക്കി മാറ്റിയിരിക്കുന്നു. അതുപോലെ തന്നെ വെള്ള കാർഡുകാർക്ക് 10 രൂപ 90 പൈസ എന്ന രീതിയിലാണ് മാറുന്നത്, അരിയുടെ വില മാറുന്നത്. അപ്പോൾ 2025 മാർച്ച് മുതലുള്ള റേഷൻ കാർഡ് ഉടമകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളും അല്ലെങ്കിൽ റേഷൻ കടകളുമായി ബന്ധപ്പെട്ട വിവരങ്ങളുമാണ് ഇപ്പോൾ ഈ വീഡിയോ ചർച്ച ചെയ്യുന്നത്. റേഷൻ കടകൾ മൊത്തം സംസ്ഥാനത്ത് 13,732 റേഷൻ കടകളാണുള്ളത്. അതിൽ നിന്നുള്ള 10,000 ആക്കി കുറയ്ക്കാൻ നിശ്ചയിച്ചിരിക്കുന്നു എന്ന ഭേദഗതിയും, അതുപോലെ തന്നെ 94 ലക്ഷത്തോളം റേഷൻ കാർഡ് ഉടമകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പോൾ ഇവർക്കൊക്കെ ബാധകമാകുന്ന ഒരു അറിയിപ്പാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുന്നതോടൊപ്പം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.